പുതുക്കിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ നിയമസഭയിൽ വന്നപ്പോൾ അതിൽ ധനകാര്യ ബില്ലുണ്ടായിരുന്നില്ല. അത് പിന്നീട് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ സഭയിലും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ കാര്യോപദേശ സമിതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചതും ഇതേ നില തന്നെയായിരുന്നു. കാരണം ബജറ്റ് പൂർണ്ണമായിട്ട് പാസ്സാക്കിയതാണ്. വലിയ മാറ്റമൊന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു നിലപാട് പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾ ഉത്തമ വിശ്വാസത്തിൽ എടുക്കുക ചെയ്തു. അപ്പോൾ ബജറ്റിൻ്റെ അവതരണത്തിന് ശേഷം സഭാ സമ്മേളനത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് മദ്യക്കമ്പനിക്കുള്ള നികുതി ഇളവിന് സാധൂകരണം നൽകാൻ വളരെ തിടുക്കപ്പെട്ട് ധനകാര്യ ബിൽ അജണ്ടയിൽ തിരികെ കയറ്റുന്നത്. സഭാ നടപടികളോട് നല്ല രീതിയിൽ സഹകരിക്കുക, പരമാവധി സഹകരിക്കുക, ആ സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. പക്ഷേ സഭയിൽ കണ്ട കാര്യം നിരന്തരം ഒന്നല്ല ഒന്നിനു പുറകെ ഒന്നായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുക, ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായ ദിവസമാണ് സഭ അവസാനിച്ച ദിവസം.